എന്തു പറ്റി? കണ്ണിലെന്തോ പോയി. ഓക്കെ അല്ലേ? ഓക്കെയാണ്, താങ്ക് യു. ജിമ്മി അറിയാം, രാസ്മിൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫിദ. അറിയാം. എങ്ങനെ? അവരെന്നെ പറഞ്ഞറിയാം. ഓക്കെ, ശരി എന്നാ കാണാം. ശരി. നമ്മുടെ ജിമ്മിക്ക് പറ്റിയൊരു കുട്ടിയെ കിട്ടിയ നമുക്ക് ഇതുപോലെ ഗ്രാൻഡ് ആക്കണം അല്ലേ? എന്താ അല്ലേ, വല്ലാത്ത ആർഭാടായിപ്പോയി. ആട്ടും കൂത്തും. പുതിയ ജനറേഷനല്ലേ മൂത്താപ്പ, എല്ലാവരും ഇങ്ങനെയൊക്കെയാ. എടാ ജിമ്മി, വന്നിങ്ങോട്ട്. എടാ, നമ്മുടെ ജംഷുവിന് ആ പെങ്കുച്ചിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മളൊന്നും ആലോചിച്ചില്ല, അതങ്ങോട്ട് നടത്തി, അത്രേ ഉള്ളൂ. അതിനെന്തോ അവര് നല്ല രസമുണ്ടല്ലോ. അല്ല മോനെ, ഇക്കാക്ക നിൽക്കുമ്പോ അനിയന്റെ കല്യാണം നടത്തണേല് നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും വിഷമമുണ്ട്. എനിക്കൊരു പ്രശ്നമില്ല, അത് നടന്നോട്ടെ. നീ ആ സ്റ്റേജിൽ കയറി വന്നപ്പോ നിന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടാണല്ലോ. അത് വേറെ പ്രശ്നമാണ്. ഡാ, ഞാൻ നിന്റെ അമ്മായില്ലേ, നമുക്ക് എല്ലാ പ്രശ്നവും ഇന്ന് പരിഹരിക്കാം. നമ്മുടെ യാസ്മിന്റെ മൂത്തുമ്മാടെ ഒരു മോളില്ലേ, മറ്റേ ഫിദയോ? നിനക്ക് ആ കൊച്ചിന് ഇഷ്ടമാണോ? നമുക്ക് ആലോചിച്ചാലോ? നിങ്ങളുടെ മോന്റെ കല്യാണല്ലേ, അത് മുഴുവനായിട്ടൊന്ന് കൂടി, അത് കഴിഞ്ഞിട്ട് പോരെ എന്റെ കാര്യം. എടാ, കല്യാണമൊക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയി തുടങ്ങി, നമുക്കിന്ന് തീരുമാനിക്കാം. ഞാൻ എന്തായാലും പോയി സംസാരിക്കാൻ പോയത്. എന്താണ്? ഞാൻ പൊക്കോളാം. ഞാൻ പോയി. ബിസിയാണോ? അല്ല, എനിക്കിപ്പോ ഇവിടെ വന്നിരിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി. എന്തു പറ്റി? അവിടെ ഒരു ഗ്യാങ്ങിനെ കണ്ടോ? നീല ഗ്യാങ്. എന്റെ ഉമ്മായി താത്തമാരെ അമ്മായിക്കാ, അവരെല്ലാരും കൂടെ നമ്മളെ പിടിച്ച് കെട്ടിക്കാനുള്ള പ്ലാനാ. അത് ശരി. അതാ വക്കീൽ കുട്ടിയല്ലേ? ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നല്ല കുട്ടിയാ, നമ്മുടെ ജിമ്മിക്ക് ചേരും. അല്ല, എനിക്കിത് സ്ഥിരം കിട്ടാറുള്ളതാ. സാധാരണ ഫാമിലി ആയിട്ടാ വന്ന് മുട്ടാറ്, പക്ഷെ ഇതിപ്പോ ചെക്കൻ ആദ്യമായിട്ടാ. അയ്യോ, ഞാൻ മുട്ടാൻ അങ്ങനൊന്നും വന്നതല്ല, എനിക്കും വേണ്ട രക്ഷ. ഒരു 30 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാലേ കല്യാണം കഴിക്കാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല വീട്ടില്. ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ ഇത്തിരി കടുപ്പമാ. വീട്ടിലെ ചായയുടെ മധുരമൊക്കെ കുറഞ്ഞു തുടങ്ങി. എനിക്ക് പിന്നെ കോളേജ് കഴിഞ്ഞപ്പോ മുതലേ വിത്തൗട്ടാ. ഫിദേനോട് ആദ്യം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് മിണ്ടി കഴിഞ്ഞപ്പോ എനിക്ക് കൂടി പറ്റിയ വൈബാണെന്ന് തോന്നി. ഇതല്ല മറ്റേന്ന്. പിന്നെ കാണാനും മൊഞ്ചത്തിയായിരുന്നു.